വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗാൽടെക് സ്കൂൾ ഓഫ് ടെക്നോളജീസ് വെയർ ഇന്നോവേഷൻ മീറ്റ്സ് എക്സലൻസ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രൊജക്റ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സ്റ്റാഫ് പെർഫോമൻസ് വാലുവേഷൻ യൂസിംഗ് മെഷീൻ ലേണിംഗ്. സോ പ്രൊജക്റ്റിലേക്ക് കടന്നാലോ. മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് യൂസ് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് കമ്പനിയെ പ്രധാനമായും 3 വിധത്തിലാണ് സഹായിക്കുന്നത്. നമ്പർ 1, ഇൻഫോർമഡ് ഡിസിഷൻ മേക്കിംഗ്. സോ ഇതില് എംപ്ലോയി പ്രൊമോഷൻസ്, ഐഡന്റിഫൈയിങ് ഹൈ പെർഫോമൻസ്, ഐഡന്റിഫൈയിങ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നിവയിൽ ഒരു ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ എടുക്കുന്നതിന് മെഷീൻ ലേണിംഗ് പ്രഡിക്ഷൻ മാനേജ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് നോക്കുന്നത്. ആൻഡ് നമ്പർ 2, എഫിഷ്യന്റ് വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ്. അപ്പം ഇതിൽ ആക്യുറേറ്റ് ആയി പെർഫോമൻസ് അസസ്മെന്റ് ചെയ്യുന്നത് വഴി ട്രെയിനിങ്ങിന്റെ, അതായത് ഓരോ പേഴ്സന്റെയും ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം, വർക്ക് ഫോഴ്സ് കാപ്പബിലിറ്റീസ് ഒപ്റ്റിമൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നതൊക്കെ എങ്ങനെ ഒരു ഡാറ്റ വഴി പ്രധാനമായിട്ട് നമുക്ക് അതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് കൾച്ചർ. സോ ഈ ഒരു സംഭവം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാക്ടീസസ് റിഫൈൻ ചെയ്യുന്നത് കൊണ്ട് ആക്ഷനബിൾ ആയിട്ട് ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വർക്ക് കൾച്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഇതെങ്ങനെ വഴിയെടുക്കുന്നു എന്നത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കോഡിലേക്ക് ഒന്ന് കടന്നാലോ. അതിന് മുന്നേ കോഡ് എങ്ങനെയാ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതില് കോഡിങ്ങിനെ വന്നിട്ട് നമ്മൾ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് ഡാറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് ലീനിയർ റിഗ്രഷൻ, ആൻഡ് പാർട്ട് 2 എന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് റിഗ്രഷൻ ആൻഡ് മോഡൽ ഡിപ്ലോയ്മെന്റ്. അപ്പൊ പാർട്ട് 1 ഫസ്റ്റ് വന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 ഡാറ്റ സെറ്റ്, ആ 2 ഡാറ്റ സെറ്റിനെ പ്രോസസ്സ് ചെയ്യാൻ നംബൈ ആൻഡ് പാൻഡാസ് ലൈബ്രറിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ടൈം ഫോർമാറ്റ്സിനെയും ആക്ടിവിറ്റി ലെവലിന്റെയും സൂട്ടബിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ ഫോർമാറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് അഗ്രിഗേഷൻ ആൻഡ് വെയ്റ്റഡ് പെർഫോമൻസ്. യൂസർ ലെവലിൽ ചെന്ന് ഡാറ്റയെ അഗ്രിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റാഫ് പെർഫോമൻസിനെ ഡിഫൈൻ ചെയ്യുന്നതിന് ടൈം സ്പെൻഡിന്റെയും ആക്ടിവിറ്റി ലെവലിന്റെയും വെയ്റ്റഡ് കോമ്പിനേഷൻ ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലീനിയർ റിഗ്രഷൻ മോഡലിംഗ്. ലീനിയർ റിഗ്രഷൻ മോഡലിംഗ് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീനിയർ റിഗ്രഷൻ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും R² മെട്രിക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മോഡലിന്റെ ആക്യുറസി ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് വിഷ്വലൈസേഷൻ ആണ്. അത് നമുക്ക് കോഡ് ചെയ്യുമ്പം വിഷ്വലൈസേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് റിഗ്രഷൻ ആൻഡ് മോഡൽ ഡിപ്ലോയ്മെന്റ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് റാൻഡം ഫോറസ്റ്റ് റിഗ്രഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ റാൻഡം ഫോറസ്റ്റ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ പ്രെഡിക്ഷൻ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ റാൻഡം ഫോറസ്റ്റ് റിഗ്രഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രിഡ് സെറ്റ് CV ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഒപ്റ്റിമൽ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മോഡൽ ട്രെയിനിങ് ആൻഡ് ബെസ്റ്റ് മോഡൽ സെലക്ഷൻ. സോ ഇതിൽ റാൻഡം ഫോറസ്റ്റ് മോഡൽ ഉപയോഗപ്പെടുത്തിയിട്ട് ടൈം സ്പെൻഡ് ഡാറ്റയെയും ആക്ടിവിറ്റി ലെവൽ ഡാറ്റയുടെയും സബ്സ്ട്രേറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. R² സ്കോർസ് ഉപയോഗിച്ചാണ് ബെസ്റ്റ് മോഡൽസ് ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് മോഡൽ പെർസിസ്റ്റൻസ് ആണ്. സോ അപ്പോൾ എന്താണ് ഈ മോഡൽ പെർസിസ്റ്റൻസ്? ജോബ് ലിഡ് ലൈബ്രറി ഉപയോഗിച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് എടുത്ത മോഡലിനെ സേവ് ചെയ്യുന്നു. ഇത് ഫ്യൂച്ചർ യൂസിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വല്ല വെബ് ഫ്രെയിം വർക്കിലൊക്കെ നമുക്ക് ഇത് ഈ മോഡൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ സേവ് ചെയ്തെടുക്കുന്ന മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് പെർഫോമൻസ് പ്രെഡിക്ഷൻ ഫംഗ്ഷൻ ആണ്. അതായത് ഇവിടെ സ്റ്റാഫിന്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പ്രെഡിക്ഷൻ ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീടൈൻ ചെയ്തിരിക്കുന്ന റാൻഡം ഫോറസ്റ്റ് മോഡലിനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വന്നിട്ട് ബിസിനസ് വാല്യൂ. എന്താണ് ഇതിന്റെ ബിസിനസ് വാല്യൂ? ഈ പ്രൊമോഷൻ, അതുപോലെ തന്നെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ ഏരിയകളിലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് ഇത്തരത്തിലുള്ള ആക്യുറേറ്റ് പ്രെഡിക്ഷൻസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കിനി കോഡിലേക്ക് കടക്കാം. അപ്പം കോഡിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ 2 ഡാറ്റ സെറ്റുകളുണ്ട്. ആ 2 ഡാറ്റ സെറ്റുകൾ, ഫസ്റ്റത്തെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് പെർഫോമൻസിൽ റിപ്പോർട്ടാണ്. അവരുടെ ഓരോ ഡേറ്റ് വൈസുള്ള റിപ്പോർട്ടും പിന്നെ അവരുടെ ആക്ടിവിറ്റി ലെവൽ തന്നിട്ടുള്ള 2 ഡാറ്റ സെറ്റുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഈ 2 ഡാറ്റ ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് പാൻഡാസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ ഫ്രെയിമിലേക്ക് മാറ്റാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡാറ്റ ഫ്രെയിമുകൾ എടുക്കാം. അതില് നമ്മുടെ ഡാറ്റ ഫ്രെയിമുകളുടെ ഹെഡ് ഒന്ന് എടുത്തു നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഉള്ള ഡാറ്റ വന്നിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. .head ഫംഗ്ഷൻ എടുക്കുന്നു. ദെൻ അപ്പൊ നമ്മുടെ F1 എന്ന് പറയുന്ന ഡാറ്റ ഫ്രെയിമിൽ വന്നിട്ട് ഓരോ യൂസർ, അതായത് ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ പേരുകളാണ് തന്നിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. പിന്നെ അവർ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്ട്സ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഡേറ്റുകൾ. ഇവിടെ ആഗസ്റ്റ് 1 2022 മുതൽ ജൂലൈ 31 2023 വരെയുള്ള ഡേറ്റിലുള്ള അവരുടെ പെർഫോമൻസ്, ഓരോ ദിവസത്തെയും അവരുടെ പെർഫോമൻസും അവരുടെ കറസ്പോണ്ടിങ് ടൈമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അവരുടെ ടോട്ടൽ ആ ഒരു ദിവസത്തെ ടോട്ടൽ പെർഫോമൻസ് ഇവരെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് DF2 എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിം ആണ്. അതിന്റെ ഹെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും നമുക്ക് യൂസറിന്റെ പേര്, അവർ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്ട്, ദെൻ ഡേറ്റുകൾ തന്നിട്ടുണ്ട്, ദെൻ ആവറേജ്, അവരുടെ വർക്കിന്റെ പെർസെന്റേജിന്റെ ആവറേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവർ നമ്മുടെ ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ പ്രീ പ്രോസസിംഗ് സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവേർട്ട് ടൈം ടു മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈമിനെ മിനിറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ ലാറ്റർ വന്നിട്ട് നമ്മുടെ ഡാറ്റ ഫ്രെയിമിലേക്ക് അപ്ലൈ ചെയ്യും. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ വന്നിട്ട് കൺവേർട്ട് ആക്ടിവിറ്റി ലെവൽ ടു ഡെസിമൽ. നമ്മുടെ ആക്ടിവിറ്റി ലെവലിനെ നമുക്ക് ഡെസിമൽ പോയിന്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇത്. നമ്മൾ ലെറ്റർ വന്നിട്ട് നമ്മുടെ ഡാറ്റ ഫ്രെയിമിലെ ഓരോ കോളംസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നൊരു ഫോർ ലൂപ്പ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഫോർ ലൂപ്പിൽ നമ്മൾ ഡാറ്റ ഫ്രെയിം 1-ലെയും അതുപോലെ തന്നെ ഡാറ്റ ഫ്രെയിം 2-ലെയും കോളംസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺവേർട്ട് ടൈം ടു മിനിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനും കൺവേർട്ട് ആക്ടിവിറ്റി ലെവൽ ടു ഡെസിമൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഈ കോളംസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ട ഡാറ്റ ഫ്രെയിമിൽ DF1 എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം അവസാനം കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് DF2 എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിമിൽ ആവറേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടോട്ടൽ കോളത്തിലേക്ക് നമ്മൾ ഈ കൺവേർട്ട് ടൈം ടു മിനിറ്റ്സ് എന്ന് പറയുന്ന സംഭവം, ആ ഒരു ഫംഗ്ഷൻ നമ്മൾ വന്നിട്ട് അപ്ലൈ ചെയ്യും. ദെൻ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലേക്ക് കൂടി നമ്മൾ കൺവേർട്ട് ആക്ടിവിറ്റി ലെവൽ ടു ഡെസിമൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഇതിലൊരു അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് യൂസർ ലെവലിൽ ചെന്നിട്ട് നമ്മൾ അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റ ഫ്രെയിം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഇനിയൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഫ്രെയിം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോവാം. നമ്മൾ കൺവേർട്ട് ടൈം ടു മിനിറ്റ്സ് ചെയ്തു, പിന്നെ കൺവേർട്ട് ആക്ടിവിറ്റി ലെവൽ ടു ഡെസിമൽ ചെയ്തു, ദെൻ കോളം അതൊരു ഫോർ ലൂപ്പിലേക്ക് ഇട്ടു, ദെൻ ആ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, ദെൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ചെയ്തു. ദെൻ ഇത്രയും കഴിയുമ്പം നമ്മുടെ ഡാറ്റ ഫ്രെയിമിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ DF1 ഡോട്ട് ഹെഡ് എടുക്കുകയാണ്. സോ ഹെഡ് എടുത്ത് കഴിയുമ്പം അതിൽ ഓക്കെ, അപ്പം നമ്മുടെ ഫംഗ്ഷൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡാറ്റ ഫ്രെയിം DF1 ഒന്ന് എടുത്ത് നോക്കാം. അപ്പൊ അതിലിപ്പം കിടന്നിരുന്നത് ഇതിൽ ഡേറ്റും ഇതിൽ ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കിടന്നിരുന്നത് ഇങ്ങനെയായിരുന്നു. ദെൻ അതിന്റെ ടോട്ടൽ കോളം കിടന്നിരുന്നത് ഇങ്ങനെയായിരുന്നു. സോ അതിന് ഇങ്ങനെയാണ് ചേഞ്ച് സംഭവിച്ചതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഡാറ്റ ഫ്രെയിം ഒന്ന് എടുത്ത് നോക്കാം. കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രീ പ്രോസസ് ചെയ്ത ഡാറ്റ ഫ്രെയിമിൽ ഇവിടെ 20 ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ ടോട്ടൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. മൊത്തം മിനിറ്റ്സിലേക്ക് അത് മാറ്റി. സോ ഇങ്ങനെ അത് മാറിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ DF2 എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിമും കൂടി ഒന്ന് എടുത്ത് നോക്കാം. DF2 ഡോട്ട് ഹെഡ്. സോ ഇതിൽ നോക്കുന്ന സമയത്തേക്ക് ഓക്കെ, സോ DF2 ഡോട്ട് ഹെഡിൽ നമ്മുടെ ഫസ്റ്റത്തെ ആ DF2 ഡോട്ട് ഹെഡ് നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് ഇവിടെയൊക്കെ നൺ വാല്യൂസ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. സോ നൺ വാല്യൂസ് ഉണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്കത് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അൽഗോരിതം ഇത് റിക്കഗ്നൈസ് ചെയ്തില്ല, ഈ നൺ വാല്യൂസ് ഒന്നും റിക്കഗ്നൈസ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ആക്ടിവിറ്റി ലെവലിൽ അതിനുള്ള കറസ്പോണ്ടിങ് ചേഞ്ചസും പിന്നെ ആവറേജ് എന്ന് പറഞ്ഞ കോളത്തിലുള്ള ചേഞ്ചസ് എല്ലാം നടത്തിയതിന് ശേഷമാണ് നമ്മുടെ ഡാറ്റ പിന്നീട് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നൺ വാല്യൂസ് ഒക്കെ മാറിയിട്ട് അത് 0.0 എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ദെൻ ആവറേജ് പെർസെന്റേജ് രൂപത്തിലായിരുന്നു, അതിന് നമ്മൾ 0.84 എന്ന് പറയുന്ന ഡെസിമൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഡാറ്റ പ്രീ പ്രോസസിംഗിൽ നമ്മൾ നടത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബെസ്റ്റ് വെയ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് കോഡ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഫൈൻഡ് ബെസ്റ്റ് വെയ്റ്റ്സിൽ നമ്മൾ 2 വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബെസ്റ്റ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 0,0 ടപ്പിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബെസ്റ്റ് R2 എന്ന് പറഞ്ഞിട്ട് ഒരു 0 കൂടി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫോർ ലൂപ്പിലാണ്. അപ്പം ഫോർ ലൂപ്പിൽ നമ്മൾ റേഞ്ച് കൊടുത്തേക്കണേ ശ്രദ്ധിക്കണം. ഇവിടെ എ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പയിലെ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ സ്റ്റാർട്ടിങ് 0 ആണ്. ദെൻ എൻഡ് പോയിന്റ് 1.1 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സ്റ്റെപ്പ് സൈസ് വന്നിട്ട് 0.1 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കൊടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു റേഞ്ച് ഓഫ് വെയിറ്റ്
വെയിറ്റിനെ ഐട്രേറ്റ് ചെയ്യുന്നു വിത്ത് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 0.1 എടുത്തിട്ട്. അപ്പം ഈ ഒരു കോഡിൽ R2 സ്കോറിനെ മാക്സിമൈസ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അത് വന്നിട്ട് ലീനിയർ റിഗ്രഷൻ മോഡലിങ്ങും പിന്നെ തുടർന്ന് പ്രഡിക്ഷനിലേക്കും കടക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിന്റെ വിഷ്വലൈസേഷൻ ആണ്. അപ്പം പെർഫോമൻസിന്റെ വിഷ്വലൈസേഷന് മുന്നേ നമുക്ക് ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം പെർഫോമൻസിന്റെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു ബാർ ചാർട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ബാർ ചാർട്ടിൽ വന്നിട്ട് നമ്മുടെ ഡിഫറെൻ്റ് അഗ്രിഗേഷൻ യൂസറും പിന്നെ പെർഫോമൻസ് അഗ്രിഗേഷനും ഫംഗ്ഷനുമാണ് എടുത്തിരിക്കുന്നത്. ദെൻ ഫിഗർ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ് ലേബിൾ നമ്മൾ യൂസർ, ദെൻ വൈ ലേബിൾ പെർഫോമൻസ്, പിന്നെ നമ്മൾ ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പെർഫോമൻസ് ഓഫ് സ്റ്റാഫ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ പെർഫോമൻസ് നമുക്ക് ഇവിടെ വൈ ആക്സിസിൽ തന്നിട്ടുണ്ട്. ദെൻ എക്സ് ആക്സിസിൽ വന്നിട്ട് ഓരോ യൂസറിന്റെയും പേരുകളാണ് തന്നിട്ടുള്ളത്. സോ ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് വിഷ്വലൈസ് ചെയ്യുന്നതിനായി ഇവിടെ ബാർ ചാർട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ യൂസറിന്റെയും എത്രത്തോളം അവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ദെൻ നമ്മൾ ഈ ഒരു കോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് മോഡൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡലിനെക്കാട്ടും ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാൻഡം ഫോറസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ജോബ് ലിബ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ചില എൻവയോൺമെന്റിൽ ജോബ് ലിബ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ടാവില്ല. അപ്പം ഇത്തരം ലൈബ്രറികൾ ഇല്ല എങ്കിൽ നമ്മൾ അതിലേക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ആണ് നമ്മൾ ഇതിൽ മെയിൻ വന്നിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ റാൻഡം ഫോറസ്റ്റ് റിഗ്രസറും പിന്നെ ഈ ഗ്രിഡ് സെർച്ച് CV എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മോഡലും ഗ്രിഡ് സെർച്ച് CV ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബെസ്റ്റ് പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ദെൻ ജോബ് ലിബ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ജോബ് ലിബ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 ലൈബ്രറീസ് നമുക്ക് വളരെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റാൻഡം ഫോറസ്റ്റ് മോഡലിംഗിലെ വെയ്റ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം ഈ ഒരു കോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് വെയ്റ്റ്സും പിന്നെ R2 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അറേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ടാണ് റേഞ്ച് കൊടുക്കുന്നത് 0.1 എന്ന് പറയുന്ന സ്റ്റെപ്പ് സൈസിൽ. ദെൻ നെക്സ്റ്റ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡ് സെർച്ച് CV എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ആണ് ബെസ്റ്റ് പാരാമീറ്റേഴ്സ്, അതായത് ഏത് പാരാമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ, ഏറ്റവും നല്ല പ്രഡിക്ഷൻ തരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രിഡ് സെർച്ച് CV നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് റാൻഡം ഫോറസ്റ്റ് മോഡലിംഗിന്റെ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ റാൻഡം ഫോറസ്റ്റ് മോഡലിന്റെ ഇനീഷ്യലൈസേഷനും ഗ്രിഡ് സെർച്ച് CVയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഡ് നേരത്തെ പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതൊരു ഫോർ ലൂപ്പിലൂടെ കടത്തിവിട്ട് ബെസ്റ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന രീതിക്ക്. അപ്പം നമുക്ക് ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ഈ കോഡ് എക്സിക്യൂട്ട് ആവാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പം കൊളാബ് നോട്ട് ബുക്കിന്റെ എൻവയോൺമെന്റിൽ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 10 മിനിറ്റ്സ് എങ്ങനെ പോയാലും പിടിക്കും. നമ്മുടെ കോഡ് ഇപ്പം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ട്രെയിനിങ് തീർന്നിട്ട് നമുക്ക് കോഡ് ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ വെയ്റ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആരംഭിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതില് നമ്മുടെ റാൻഡം ഫോറസ്റ്റിന്റെ മോഡൽ വന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഗ്രിഡ് സെർച്ച് CV വന്നിട്ട് കൊടുത്തു. ഗ്രിഡ് സെർച്ച് CVയിൽ നമ്മൾ നോക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, മാക്സ് ഡെപ്ത് ഉണ്ട്, പിന്നെ മിനിമം സാമ്പിൾ ഫോർ സ്പ്ലിറ്റിംഗ് വന്നിട്ടുണ്ട്, പിന്നെ മിനിമം സാമ്പിൾ ഫോർ ലീഫ് വന്നിട്ടുണ്ട്. ദെൻ മാക്സിമം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മളൊരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ കോഡിൽ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് ഇതിൽ മോഡലിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ഡാറ്റയും ആക്ടിവിറ്റി ലെവൽ ഡാറ്റയും ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ദെൻ ടൈം സ്പെൻഡും ആക്ടിവിറ്റി ലെവലും ഈ രണ്ട് ഡാറ്റയിലും റാൻഡം ഫോറസ്റ്റ് മോഡലിനെ കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒപ്റ്റിമൽ മോഡൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബെസ്റ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ അടങ്ങിയ CVയുടെ സഹായത്തോടു കൂടി നമ്മളത് കണ്ടെത്താണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അപ്പം അതിനുശേഷം നമ്മൾ ഫൺ ട്യൂൺ ചെയ്തേണ്ട പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ആ ഫോർ ലൂപ്പിന്റെ ഇതിലൂടെ പോയിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ വന്നിട്ട് ഫിറ്റിംഗ് 3 പിന്നെ 72 കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസും ദെൻ ടോട്ടൽ ടെയിലിംഗ് വന്നിട്ട് 216 ഫിറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫൺ ട്യൂണിന്റെ പ്രോസസ്സ് ഇത്രയാണ്. ഫൺ ട്യൂണിങ് മീൻസ് ട്രെയിൻ ചെയ്യുന്നതിന്റെ പ്രോസസ്സ് ഇത്രയാണ് നമ്മുടെ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഒപ്റ്റിമൽ പാരാമീറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള മോഡലിനെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇതിൽ സേവ് ചെയ്യുന്നത് ഈ 2 പേരുകളിലാണ്. ഒന്ന് ടൈം സ്പെൻഡ് മോഡൽ
pk എന്നുള്ള പേരിലും പിന്നെ ആക്ടിവിറ്റി ലെവൽ മോഡൽ ഡോട്ട് pk എന്നുള്ള പേരിലാണ് നമ്മൾ ഈ രണ്ട് മോഡൽസ്, രണ്ട് ഡാറ്റ സെറ്റിനെ സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച മോഡൽസ് വന്നിട്ട് നമ്മൾ സേവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ മോഡൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ലൈബ്രറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു മോഡൽസ് സേവ് ആയിട്ടുള്ളതായിട്ട് കാണാം. നമ്മുടെ ഇവിടെ ഫയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മോഡൽസ് വന്ന് കിടക്കണം കാണാം. ഇവിടുന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ മോഡൽസ് എടുത്തിട്ട് നമ്മുടെ ആവശ്യമുള്ള ഫ്രെയിം വർക്കിലേക്ക് നമുക്കത് മാറ്റാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഈ മോഡൽസ് നമ്മൾ സേവ് ചെയ്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളൊരു വെബ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പം അതിലൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രഡിക്ഷൻസ് നടത്താറ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ അടുത്തത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ പേര് പ്രെഡിക്റ്റ് പെർഫോമൻസ് എന്നാണ് വന്നിട്ടുള്ളത്. പ്രെഡിക്റ്റ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ 3 പാരാമീറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. ഒന്ന് നമ്മുടെ നെയിം, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ നെയിം, അവർ വർക്ക് ചെയ്ത ടോട്ടൽ അവേഴ്സ്, അവരുടെ പെർഫോമൻസ് പെർസെൻറ്റേജും ആണ് പിന്നെ അടുത്തത് അതിൽ വരുന്നത്. നമ്മൾ സേവ് ചെയ്ത് വെച്ച 2 മോഡൽ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ജോബ് ലിബ് ഉപയോഗിച്ചിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹവേഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഹവേഴ്സിനെ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ പെർഫോമൻസ് പെർസെൻറ്റേജിനെ വന്നിട്ട് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ് അടുത്ത 2 സ്റ്റെപ്പിലായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പെർഫോമൻസ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് അത് നമ്മുടെ മോഡൽ. ഇപ്പം ഈ ടൈം സ്പെൻഡ് മോഡൽ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലും ആക്ടിവിറ്റി ലെവൽ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലും, ഈ 2 മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രിഡിക്ഷൻ നടത്തുന്നത്. നമ്മളുടെ ടോട്ടൽ മിനിറ്റ്സും പിന്നെ പെർഫോമൻസ് ഡെസിമലും ആണ് നമ്മൾ ഇതിൽ ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പെർഫോമൻസ് ആയിട്ട് അത് എടുത്തത്. അപ്പൊ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ പേരും ടോട്ടൽ ഹവേഴ്സും പിന്നെ പെർഫോമൻസ് പെർസെൻറ്റേജും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേരും അവരുടെ പെർഫോമൻസും എത്രയാണെന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് തരുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും പേരുകൾ നമുക്ക് കിട്ടണം. അത് നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റിൽ നിന്ന് എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡാറ്റാ സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ DF2 ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ യൂസർ ഏതൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ DF2 അതിൻ്റെ ഉള്ളിൽ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൊടുക്കുകയാണ്. കോളത്തിന്റെ പേര് കൊടുക്കാം യൂസർ. ദെൻ നെക്സ്റ്റ് ഡോട്ട് യുണീക്ക് എടുക്കാം. യുണീക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ആൾക്കാരുടെയും പേര് കിട്ടണം. യുണീക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേരാണ് ഈ തന്നിട്ടുള്ളത്. ഗീതമോളസ്റ്റ്, ഡെൽവിൻ എൻജി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ പേരുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ പേരുകളാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക. നമുക്ക് ഇതിൽ വന്നിട്ട് ഇനി നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫംഗ്ഷന്റെ കോഡ് ഫസ്റ്റ് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ ഓരോ പേരുകൾ എടുത്ത് കൊടുക്കാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സംഭവങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് വരാം. അപ്പം അടുത്തത് നമ്മൾ ഇനി ഫംഗ്ഷൻ കോളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടത് നമ്മുടെ പെർഫോമൻസ് പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. ഇതിലേക്ക് വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് പേരാണ് വേണ്ടത്. അപ്പം പേര് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വന്നിട്ട് നമ്മൾ അതിൽ ഒരു പേര് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ അവേഴ്സ് ആണ് കൊടുക്കുന്നത്. ടോട്ടൽ അവേഴ്സ് വന്നിട്ട് നമുക്ക് ഒരു 40 കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൽ പെർഫോമൻസ് പെർസെൻറ്റേജ് കൊടുക്കുകയാണ്. നമുക്കൊരു 85% പെർഫോമൻസ് പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെർഫോമൻസ്, അതായത് പെർഫോമൻസ് ഓഫ് മിഥുന is 96.51 ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ആൻസർ തരും. സോ അപ്പം നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇവാലുവേഷൻ മാത്രമല്ല നമുക്ക് നൽകുന്നത്, മറിച്ചൊരു ഓർഗനൈസേഷൻ്റെ HR പ്രാക്ടീസസ് ഒപ്റ്റിമൈസ് ചെയ്യാനും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന കൾച്ചർ ഫോസ്റ്റർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഇൻസൈറ്റ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഇറ്റ്, സബ്സ്ക്രൈബ്. ആൻഡ് റിഗ്രഷൻ മോഡലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ദം ഇൻ ദ കമന്റ്സ് ബിലോ. ആൻഡ് താങ്ക് ഫോർ ജോയിനിങ് ഓൺ കാൽടെക് സ്കൂൾ ഓഫ് ടെക്നോളജി. Until next time, happy coding.